ഹലോ എവരിബഡി, ഞാൻ രേഖ. രാജം പ്ലാന്റ്സിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പലതരം പ്ലാന്റ്സ് ഉണ്ട്. ആദ്യം ഈ പ്ലാന്റാണ്, ഫിലോഡെൻഡ്രോൺ ആണ്. സന്നഡു ഗോൾഡൻ ആണ്. ഇതിൻ്റെ വില പ്രൈസ് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. സെയിം പ്ലാന്റാണ് അയക്കുക. അടുത്തത് ഈ ഫിഗാണ്. ഇൻഡോറായിട്ട് വെക്കാൻ എല്ലാവരും വാങ്ങുന്ന ഒരു പ്ലാന്റാണ്. ഈ സൈസാണ് പ്ലാന്റ് വരുന്നത്. അടുത്തത് ഈ സിൽവർ സ്വേർഡാണ്, അതും ഫിലോഡെൻഡ്രോൺ ആണ്. ഈ പ്ലാന്റൊക്കെ ഞാൻ ജിഫിയിൽ വാങ്ങിച്ച് ഇത്രയും വലുതാക്കിയതാണ്. എല്ലാം തന്നെ 1-2 സെറ്റൊക്കെ ഉള്ളൂ. ഇത് റെഡ് ഹാർട്ട് എന്ന ഫിലോഡെൻഡ്രോൺ ആണ്. ഈ സൈസാണ് പ്ലാന്റ്സിൻ്റെ വരിക. അടുത്തത് ഈ പ്ലാന്റാണ്. ഇത് വൈറ്റ് പ്രിൻസസ് ആണെന്ന് തോന്നുന്നു, ഫിലോഡെൻഡ്രോൺ. എല്ലാ ഫിലോഡെൻഡ്രോണിൻ്റെ പേര് എനിക്കറിയത്തില്ല, അറിയുന്നതിൻ്റെയൊക്കെ പേര് പറയാം. ഇതാണ് അടുത്ത ഫിലോഡെൻഡ്രോൺ. കൂടുതലും ഇന്നത്തെ വീഡിയോയിലുള്ളത് ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സുകൾ തന്നെയാണ്. അടുത്തതും വൈറ്റ് പ്രിൻസസ് തന്നെയാണെന്ന് തോന്നുന്നു. ഇതും കുറച്ച് ചെറിയൊരു പ്ലാന്റാണ്. കളറൊന്നും അധികം കയറി വന്നിട്ടില്ല. അടുത്തത് ഇത് ഗോൾഡൻ മെലനോനി ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് ശരിക്കും പേരറിയത്തില്ല. ഇത്രയും വലിയ ഇലകളൊക്കെ ആയ പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. അടുത്തത് ഈ പ്ലാന്റാണ്. വാങ്ങിയിട്ട് ഒരു 2-3 മാസമായി. ജിഫി സൈസ് വാങ്ങിയതാണ്. അപ്പോൾ അന്ന് പേരൊക്കെ അറിയാമായിരുന്നു, ഇപ്പം മറന്നുപോയി. അടുത്തത് ഈ പ്ലാന്റാണ്. ബില്ലറ്റയുടെ ഈ പ്ലാന്റാണ്, ഈ സൈസ് പ്ലാന്റാണ്. അടുത്തത് ഒരു ഫിലോഡെൻഡ്രോൺ തന്നെയാണ്. ഒരുപാട് തരമുണ്ടായിരുന്നു. ഇതും വൈറ്റ് പ്രിൻസസ് തന്നെയാണ്. വൈറ്റ് പ്രിൻസസിൻ്റെ 2-3 പ്ലാന്റുകളുണ്ട് പല സൈസിലുള്ളത്. പക്ഷേ കളറൊന്നും അധികം വൈറ്റ് കളർ വന്നിട്ടില്ല. അടുത്തത് ഈ റബ്ബർ പ്ലാന്റാണ്. 2 തരം റബ്ബർ പ്ലാന്റാണ്. ഒന്നിൻ്റെ സൈസ് ഇച്ചിരി കൂടുതലും ഒന്നിൻ്റെ സൈസ് ഇച്ചിരി ചെറുതുമാണ്. രണ്ടും സെയിലിനായിട്ടിപ്പോൾ അവൈലബിൾ ആണ്. ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അടുത്തത് ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. കട്ട് ചെയ്താൽ കുറച്ച് പ്ലാന്റ്സ് ആക്കാൻ പറ്റിയ ഒരു ഫിലോഡെൻഡ്രോൺ ആയിരുന്നു കാണിച്ചത്. അടുത്തത് ഈ ജംഗിൾ ഫീവർ, വെരിഗേറ്റഡ് അല്ല, നോർമലായ ജംഗിൾ ഫീവറിൻ്റെ ഇത്രയും വലിയ പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. അടുത്തത് ഈ പ്ലാന്റാണ്. ഇതും ഫിലോഡെൻഡ്രോൺ ആണ്. ഇതിന് എന്തോ സ്വേർഡ് അങ്ങനെ എന്തോ പേരാണ്, എനിക്ക് പേരത്ര എല്ലാ പേരും അറിയത്തില്ല. അടുത്തത് ഈ കലാത്തിയാണ്. വൈറ്റ് പ്രിൻസസ് എന്ന ഐഡിയയിൽ വന്നതാണ്. ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിൻ്റെയും ബുഷിയായിട്ടുള്ളതിൻ്റെയും പ്രൈസാണ് പറഞ്ഞത്. അടുത്തത് ഈ പ്ലാന്റാണ്. കൂടുതലും ഫിലോഡെൻഡ്രോൺ ആണ് ഇപ്രാവശ്യം ഉള്ളത്. അടുത്തത് ഈ ഫിലോഡെൻഡ്രോൺ ആണ്. വൈറ്റ് പ്രിൻസസ് മാത്രമേ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളെന്ന് തോന്നുന്നു. അടുത്തത് ഈ പ്ലാന്റാണ്. ഇതും ഫിലോഡെൻഡ്രോൺ തന്നെയാണ്. ഇത് പാരിസബർഡോ, അതിൻ്റെ വെരിഗേറ്റഡ് ആ പ്ലാന്റാണ്. അടുത്തത് ഇത് ബ്ലാക്ക് കർഡിനാലാണെന്ന് തോന്നുന്നു, ഫിലോഡെൻഡ്രോൺ. വലിയ പ്ലാന്റ് തന്നെയാണ്, നല്ല ഭംഗിയുള്ളതാണ്. അടുത്തത് ഈ കലാത്തിയാണ്. നടുക്ക് നല്ല സിൽവർ കളറൊക്കെ വരുന്ന ബോർഡർ ഗ്രീൻ കളറൊക്കെ ഉള്ളതാണ്. അടുത്തത് ഈ മാരിയോണാണ് സെയിലിനായിട്ടുള്ളത്. സിംഗിൾ പ്രൈസും ബുഷി പൊട്ടിൻ്റെ പ്രൈസ് വേറെ വരും. അടുത്തത് ഈ ക്രോക്കോഡൈൽ ഫേണാണ്. സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. ഇലയ്ക്ക് നല്ല നീളം വരുന്നതാണ്. ഇത് ഗോൾഡൻ മെലനോനിയുടെ തന്നെയാണെന്ന് തോന്നും, വലിയ ഇലകളായതാണ്. അടുത്തത് ഈ ഫേണാണ്. ആസ്പെരാഗസ് ഫേൺ, ഫോക്സ്ടെയിൽ ഫേൺ എന്നൊക്കെ പറയുന്ന ഈ ഫേണിൻ്റെ ബുഷി പൊട്ടിൻ്റെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഈ ഫിലോഡെൻഡ്രോൺ ആണ്. ഇത് ഓറഞ്ച് പ്രിൻസസ് എന്നും പറയുന്നുണ്ട്. സൺറെഡ് എന്ന് 2 പേര് പറയുന്ന ഒരെണ്ണമാണ്. ഇത് പിന്നെയും വൈറ്റ് പ്രിൻസസ് തന്നെ പല സൈസിലെ പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത്. ഇതും വൈറ്റ് പ്രിൻസസ് ആണ്. അടുത്തത് ഈ ലക്കി ബാമ്പു ആണ്. ലക്കി ബാമ്പു വിത്ത് ഗ്ലാസ് ട്രേ. ഈ കാണുന്ന പോട്ടല്ല, വേറെ ഇത് വെക്കുന്ന ട്രാൻസ്പെറൻ്റായ പോട്ടിൻ്റെ പ്രൈസാണ്. 2 പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ലക്കി ബാമ്പുവിന് മാത്രം 2 ലെയർ ടൈ ചെയ്ത ബാമ്പു ആണ്. അടുത്തത് ഈ ഡ്രസീനിയ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അഗ്ലോണിമയുടെ ഒക്കെ പോട്ട് നല്ല കളറുള്ളതാണ്. അടുത്തത് ഈ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ചെറിയ സൈസും അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ, നല്ല പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റ്. നേരത്തെ മുൻപൊക്കെ ഞാൻ എൻ്റെ ഈ വീഡിയോയിലൊക്കെ സെയിലിനിട്ടിരുന്നതാണ്. അടുത്തത് ഈ ഫിലോഡെൻഡ്രോൺ ആണ്. അതൊരു ബുഷി പോട്ടാണ് കാണുന്നത്. അതിൻ്റെ സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഈ കോറ,
കലാത്തിയാണ്. ഇതിൻ്റെയും സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല ഡിമാൻഡുള്ള നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അടുത്തത് ഈ പ്ലാന്റാണ് ബേർമാക്സിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ്. അതിൻ്റെയും ഇതും ഒരു ബുഷി പോട്ടാണ് കാണുന്നത്. ഇതിൽ സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. വീഡിയോയുടെ ആദ്യം തന്നെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഈ 2 പ്ലാന്റാണ്. പീക്കോ കലാത്തിയയും റാറ്റിൽ സ്നേക്കും രണ്ടിൻ്റെയും കൂടെ കോംബോ പ്രൈസാണ് അവിടെ കൊടുത്തിരുന്നത്. അടുത്തത് ഈ എൻജോയ് പോത്തോസിൻ്റെ ബുഷി പോട്ട്. ഈ കാണുന്ന ഹാങ്ങിങ് കാണുന്ന മുഴുവൻ പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്, സിംഗിൾ പ്ലാന്റിൻ്റെ അല്ല. അടുത്തത് ഈ പ്ലാന്റിൻ്റെയാണ് സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസ്. വലിയ സൈസായ പ്ലാന്റാണ്. സ്ലീപ്പിംഗ് പോത്തോസിൻ്റെ ഈ സൈസ് പ്ലാന്റിൻ്റെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് മോൺസ്റ്റർ പെറുവിൻ്റെ ഈ പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. അടുത്തത് ഈ മണി പ്ലാന്റാണ്. താങ്ക് യു.